അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 4-ാം ക്ലാസ്സിന്റെ താരീഖ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ വാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. യോജിച്ചവ ചേർക്കാം. താഴെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ്. അപ്പം ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇസ്ലാമിൽ അംഗമാകുമ്പോൾ 10 വയസ്സായിരുന്നു പ്രായം. ആരുടേതാണ്? ബ്രാക്കറ്റ് ഒന്ന് വായിച്ചു നോക്കാം. നജ്ജാഷി, തബ്ബാലക്ക, അലി റളിയല്ലാഹു അൻഹുവിന്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു, ആമുൽ ഹുസ്ൻ. ഉത്തരം ഏതാണ്? അലി റളിയല്ലാഹു അൻഹുവിന് എന്നുള്ളതാണ്. ഇസ്ലാമിൽ അംഗമാകുമ്പോൾ 10 വയസ്സായിരുന്നു പ്രായം അലി റളിയല്ലാഹു അൻഹുവിന്. അപ്പോൾ അത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്ത് എഴുതി കൊടുക്കുക. രണ്ടാമത്തെ ചോദ്യം. പുരുഷന്മാരിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നുള്ളതാണ് ശരി. അപ്പോൾ അത് അവിടെ എടുത്ത് എഴുതി കൊടുക്കുക. മൂന്നാമത്തത് അബൂ ലഹബ് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? തബ്ബാലക്ക അല്ലെ. അപ്പൊ തബ്ബാലക്ക എന്നുള്ളതാണ് മൂന്നിനോട് യോജിച്ചത്. നാലാമത്തത് എത്യോപ്യൻ രാജാവ് ആരാണ്? നജ്ജാഷി. അപ്പൊ ആ നജ്ജാഷി എന്നുള്ളത് എഴുതി കൊടുക്കുക. അഞ്ചാമത്തത് ദുഃഖ വർഷം ആമുൽ ഹുസൻ. അപ്പൊ ദുഃഖവർഷം എന്നുള്ളതിനോട് യോജിച്ചതാണ് ഏത്? ആമുൽ ഹുസൻ എന്നുള്ളത്. ആറാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തു പുത്രൻ സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. അപ്പം സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു എന്നുള്ളത് എഴുതി കൊടുക്കുക. രണ്ടാമത്തെ പ്രവർത്തനം വർഷം എഴുതാം എന്നുള്ളതാണ്. 4ഓളം ചോദ്യങ്ങളാണ് അവിടെ നൽകിയിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം നോക്കാം. മദീനയിലെ ഖസ്റജ് ഗോത്രക്കാരായ 6 പേർ മക്കയിലെത്തിയത് ഏത് വർഷമായിരുന്നു? നുബുവത്തിന്റെ 11-ാം കൊല്ലം. അപ്പൊ നുബുവത്തിന്റെ 11-ാം കൊല്ലമാണ് മദീനയിലെ ഖസ്റജ് ഗോത്രക്കാരായ 6 പേര് മക്കയിൽ എത്തിയത്. അപ്പൊ അവിടെ നുബുവത്തിന്റെ 11-ാം കൊല്ലം എന്ന് എഴുതി കൊടുക്കുക. രണ്ടാമത്തത് ഹജ്ജ് കാലത്ത് മദീനക്കാരായ 70 പേർ മക്കയിലെത്തിയത്. ഹജ്ജ് കാലത്ത് മദീനക്കാരായ 70 പേർ മക്കയിലെത്തിയത് നുബുവത്തിന്റെ 13-ാം കൊല്ലം. അപ്പൊ നുബുവത്തിന്റെ 13-ാം കൊല്ലം എന്ന് അവിടെ എഴുതി കൊടുക്കുക. ഇനി അടുത്തത് മൂന്നാമത്തത് ഇസ്റാഉം മിഅ്റാജും ഉണ്ടായത് നുബുവത്തിന്റെ 11-ാം കൊല്ലം. നാലാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ താമസിച്ച കാലം 10 വർഷം. അപ്പൊ അവിടെ 10 വർഷം എന്ന് എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തെ പ്രവർത്തനമാണ് വ്യക്തമാക്കാം. അവിടെ 4ഓളം ചോദ്യങ്ങൾ തന്നെയാണ് നൽകിയിട്ടുള്ളത്. അപ്പം ഓരോന്നോരോന്നായിട്ട് നമുക്ക് വായിച്ചു നോക്കാം. ഒന്നാമത്തെ ചോദ്യം. മദീനയുടെ പഴയ പേര്. മദീനയുടെ പഴയ പേര് യസ്രിബ്. അപ്പൊ യസ്രിബ് എന്നായിരുന്നു മദീനയുടെ പഴയ പേര്. രണ്ടാമത്തെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഖുബായിൽ നിന്ന് പുറപ്പെട്ട ദിവസം ഏത് ദിവസമായിരുന്നു? വെള്ളിയാഴ്ച. അപ്പൊ അവിടെ വെള്ളിയാഴ്ച എന്ന് എഴുതുക. മൂന്നാമത്തെ ചോദ്യം. മസ്ജിദുൽ ഹറാം കഴിഞ്ഞാൽ പിന്നെ ശ്രേഷ്ഠമായ പള്ളി മസ്ജിദു നബവിയാണ് അല്ലെ. അപ്പൊ അവിടെ മസ്ജിദു നബവി എന്ന് എഴുതി കൊടുക്കുക. നാലാമത്തെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും സൗർ ഗുഹയിൽ ഒളിഞ്ഞിരുന്നു എത്ര ദിവസം? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും സൗർ ഗുഹയിൽ ഒളിഞ്ഞിരുന്നു അല്ലെങ്കിൽ ഒളിച്ചിരുന്നു എത്ര ദിവസം? എത്ര ദിവസമായിരുന്നു ഒളിച്ചിരുന്നത്? 3 ദിവസം. അപ്പൊ അവിടെ 3 ദിവസം എന്ന് എഴുതുക. ഇനി നാലാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലേക്ക് ഹിജ്റയിൽ വഴികാട്ടി ആരായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലേക്കുള്ള ഹിജ്റയിൽ വഴികാട്ടി ആരായിരുന്നു? ഉത്തരം അബ്ദുല്ലാഹിബിനു അരീഖത്ത് ദുഅലി. അബ്ദുല്ലാഹിബിനു അരീഖത്ത് ദുഅലി എന്നുള്ള ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലേക്ക് ഉള്ള ഹിജ്റയിലെ വഴികാട്ടി. ഇനി രണ്ടാമത്തത് ദാറുൻ നദ്വയിൽ ചേർന്ന യോഗത്തിന്റെ ഉദ്ദേശ്യം എന്തായിരുന്നു?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇല്ലാതാക്കുക. അതായിരുന്നു ദാറുൻ നദവയിൽ ചേർന്ന യോഗത്തിന്റെ ഉദ്ദേശം. മൂന്നാമത്തേത് ഇസ്റാ എന്ന് പറയുന്നു ഏതിന്? ഉത്തരം, ഒരു രാത്രിയിൽ കുറഞ്ഞ സമയം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് പ്രയാണം ചെയ്തു. ഇതിന് ഇസ്റാ എന്ന് പറയുന്നു. നാലാമത്തെ ചോദ്യം, 5 വക്ത് നിസ്കാരം ഫർളാക്കപ്പെട്ടത് എന്നാണ്? ഉത്തരം, മിഅ്റാജിന്റെ രാത്രിയിൽ. ഇനി 5-ാമത്തെ ചോദ്യമാണ്, മുനാജാത്ത് എന്ന് പറയുന്നത് എന്തിനാണ്? അപ്പൊ എന്തിനാണ് മുനാജാത്ത് എന്ന് പറയുന്നത്? ഉത്തരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുമായി നടത്തിയ സംഭാഷണത്തിന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുമായി നടത്തിയ സംഭാഷണത്തിനാണ് മുനാജാത്ത് എന്ന് പറയുന്നത്. 6-ാമത്തത്, അൻസാറുകൾ എന്ന് പറയുന്നു ആർക്ക്? ഉത്തരം, മുഹാജിറുകളെ സഹായിച്ച മദീനക്കാരായ സ്വഹാബികൾക്ക് എന്ത് പറയും? അൻസാറുകൾ എന്ന് പറയുന്നു. ഇനി 5-ാമത്തെ പ്രവർത്തനം തെറ്റ് ശരിയാക്കി എഴുതാം എന്നുള്ളതാണ്. അവിടെ 3ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. 3ഉം തെറ്റാണ്. അപ്പൊ അത് ശരിയാക്കിയാൽ മാത്രം പോരാ, ശരിയാക്കിയിട്ട് അവിടെ എഴുതുകയും വേണം. 1-ാമത്തത്, പ്രകാശത്തേക്കാൾ വേഗത കുറഞ്ഞ ഒരു അത്ഭുത മൃഗമാണ് ബുറാക്ക്. അപ്പൊ നമ്മൾ എന്താണ് വേഗതയുള്ള എന്നുള്ളതാണ് അല്ലേ പഠിച്ചത്? അപ്പൊ അത് അവിടെ എഴുതി കൊടുക്കുക. പ്രകാശത്തേക്കാൾ വേഗതയുള്ള ഒരു അത്ഭുത മൃഗമാണ് ബുറാക്ക്. 2-ാമത്തെ ചോദ്യം, നുബുവത്തിന്റെ 13-ാം കൊല്ലം ഷവ്വാൽ മാസത്തിലായിരുന്നു സ്വഹാബാക്കളുടെ ഹിജ്റ തുടങ്ങിയത്. ശരിയാണോ? അല്ല. എന്താണ് നുബുവത്തിന്റെ 13-ാം കൊല്ലം? ദുൽഹിജ്ജ അല്ലെ, ഷവ്വാൽ അല്ല, ദുൽഹിജ്ജ മാസത്തിലായിരുന്നു സ്വഹാബാക്കളുടെ ഹിജ്റ തുടങ്ങിയത്. അപ്പൊ അതവിടെ ശരിയാക്കിയിട്ട് എഴുതുക. 3-ാമത്തെ ചോദ്യം, അബൂ ത്വാലിബ് മരണപ്പെട്ടതിന്റെ 4-ാം ദിവസം, അവിടെ കൊടുത്തെന്താണ്? 4-ാം ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായി എന്നുള്ളതാണ്. അപ്പൊ അവിടെ എന്താണ്? 3-ാം ദിവസമാണ് അല്ലെ. അബൂ ത്വാലിബ് മരണപ്പെട്ടതിന്റെ 3-ാം ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായി. അപ്പൊ അതാണ് അവിടെ ശരിയായിട്ട് എഴുതാനുള്ളത്. ഇനി അവസാനത്തെ പ്രവർത്തനം, 6-ാമത്തെ പ്രവർത്തനമാണ് പൂരിപ്പിക്കാം. 1-ാമത്തത്, ഔദാര്യശീലരും ഡാഷ് അൻസാറുകൾ. അപ്പൊ അവിടെ എന്താണ് എഴുതാനുള്ളത്? സ്നേഹസമ്പന്നരുമായിരുന്നു. അപ്പൊ ഔദാര്യശീലരും സ്നേഹസമ്പന്നരുമായിരുന്നു അൻസാറുകൾ. ഇനി 2-ാമത്തെ ചോദ്യം, ത്വാബ ഡാഷ് എന്നിങ്ങനെ ധാരാളം ഡാഷ് മദീനക്കുണ്ട്. അപ്പൊ അവിടെ ത്വാബ, ത്വയ്ബ എന്നിങ്ങനെ ധാരാളം പേരുകൾ മദീനക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവിടെ ത്വയ്ബ എന്നുള്ളതും പേരുകൾ എന്നുള്ളതുമാണ് അവിടെ പൂരിപ്പിച്ച് എഴുതാനുള്ളത്. ദുആ വസിയത്തോടെ നിർത്തുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.